അബ്ദുൽ ഹമീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി, ജോയ് മൂത്തടൻ ജില്ലാ ട്രഷറർ, വി ടി ജോർജ് ജില്ലാ സെക്രട്ടറി. ഞങ്ങളുടെ ജില്ലാ തെരഞ്ഞെടുപ്പാണ് 23-ാം തീയതി. 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങളുടെ ജില്ലാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പ് വർഷമാണ്. ജില്ലാ തെരഞ്ഞെടുപ്പും അതേ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പും ഉണ്ടാവും. അപ്പൊ 23-ാം തീയതി രാവിലെ 9:30 തൃശ്ശൂര് ബിഷപ്പ് ഹൗസിനടുത്തുള്ള DBCLC ഹാളിൽ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ബാപ്പു ഹാജി, അദ്ദേഹമാണ് മുഖ്യ ഭരണാധികാരി. 2 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അന്ന് നടക്കും. ഞങ്ങളുടെ 1000-ഓളം കൗൺസിലർമാരാണ് അതിൽ പങ്കെടുക്കുക. അതിന്റെ കൂടെ തന്നെ ഞങ്ങള് വലിയൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയില് വീടില്ലാത്ത പരമാവധി ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി കഴിഞ്ഞ വർഷം ഞങ്ങള് അങ്ങനെ ഒരു ആശയം അനൗൺസ് ചെയ്തിരുന്നു. ഹോം ഫോർ എവരിവൺ, എല്ലാവർക്കും വീടുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ തുടർച്ചയായിട്ട് അതിന്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ, തുടക്കം എന്നുള്ള നിലയിൽ 13 നിയോജകമണ്ഡലത്തിലും ഓരോ വീടുകൾ വെച്ചു കൊടുക്കുന്ന ഉപഭോക്താക്കളെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് DBCLC ഹാളിൽ വെച്ചിട്ട് അവർക്ക് അതിന്റെ സമ്മതപത്രം ഞങ്ങൾ കൈമാറുകയാണ്. അടുത്ത 6 മാസത്തിനകം ഈ 13 വീടുകളുടെയും ജോലികൾ പൂർത്തീകരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറും. അപ്പൊ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന് പറയുക മാത്രമല്ല, അത് പല ഘട്ടത്തിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് കുറെ കൂടി ആ ആശയത്തോട് നീതി പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം തുടർന്നും, ഇതൊരു തുടക്കമാണ്. എല്ലാ നിയോജകമണ്ഡലത്തിലും ഒരു വീട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പരമാവധി ആളുകൾ, ഞങ്ങളൊരു എണ്ണം പറഞ്ഞ് ഇത്ര എണ്ണം ചെയ്യും അങ്ങനെയും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കഴിയുന്നത്ര വീടുകൾ കഴിയുന്നത്ര കാലം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. നമ്മുടെ ജില്ലയിൽ വീടില്ലാത്ത പരമാവധി ആളുകൾക്ക് വീട് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. എത്രത്തോളം കഴിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോ അതിന് ഉത്തരം ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നു വരില്ല. പക്ഷെ ആഗ്രഹം പരമാവധിയാണ്. എത്രത്തോളം ഞങ്ങളെ കൊണ്ട്, ഈ സംഘടനയെ കൊണ്ട് എത്രത്തോളം ഞങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയും അത്രത്തോളം ഞങ്ങൾ ഏറ്റെടുക്കും. സ്ഥലം വേണം. 3 സെന്റ് സ്ഥലം ഉണ്ടാവണം. മിനിമം 3 സെന്റ് സ്ഥലം ഉള്ള ആളുകൾക്കാണ് ഇപ്പൊ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അതിനൊരു മാനദണ്ഡം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. 3 സെന്റ് മുതൽ 5 സെന്റ് വരെ. 5 സെന്റിൽ കൂടുതലുള്ളവരെ ഞങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം യൂണിറ്റുകളുടെ അതിൽ നിന്ന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും 232 യൂണിറ്റ് ഉണ്ട്. നിലവിൽ ഒരു സ്പോൺസർഷിപ്പും ഞങ്ങൾ എടുത്തിട്ടില്ല. സംഘടനയുടെ ജീവകാരുണ്യ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിലേക്ക് 600 സ്ക്വയർ. ഒരു വീടിന് 10 മുതൽ 12 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷത്തിൽ നിൽക്കുമെന്ന് പറയുന്നു. പിന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും വരുന്നുണ്ടല്ലോ. സ്റ്റീലിനായാലും സിമെന്റിനായാലും ഒക്കെ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് 10 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഒരു പക്ഷെ കുറച്ചുകൂടി കൂടാം. അതെ, ജില്ലാ കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഈ 13 വീട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പിന്നെ സംഘടനയുടെ അനുഭാവികളായിട്ടുള്ള ആളുകള്, വ്യാപാരികള് ഒക്കെ സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങള് സമാനമസ്കരായിട്ടുള്ള ഏതൊരാൾ, ഇപ്പൊ വ്യാപാരി എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു പൊതു ആശയം മുന്നോട്ട് വെക്കുകയാണ്. അതിൽ സഹകരിക്കാവുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇത് വലിയൊരു കാര്യമാക്കി മാറ്റണം. വലിയ രീതിയിൽ നമുക്ക് അതിന് അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് ജില്ലകളിൽ വീട് വെച്ച്, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു കോർഡിനേഷൻ വരുമ്പോ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ ജില്ലയിൽ തന്നെ പല നിയോജകമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പല യൂണിറ്റുകളിലും ഇപ്പൊ വ്യാപാരഭവൻ ഉണ്ടാക്കിയ ഒരു യൂണിറ്റ് വ്യാപാരഭവൻ ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് ഒരു പാവപ്പെട്ട ആൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കോടാലി യൂണിറ്റില് വ്യാപാരഭവന്റെ വർക്ക് നടക്കുന്നതോടൊപ്പം ഒരു വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. പാവർട്ടിയിൽ കഴിഞ്ഞ കൊല്ലം സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത വീടുണ്ട്. അപ്പൊ വീട് വെക്കുന്നത് ഞങ്ങൾക്ക് പുതിയതല്ല. പക്ഷെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും വീടുകൾ ഒരുമിച്ച് അത് ഇനിയും ഒരുപാട് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതി ആദ്യമായിട്ടാണ്.
അങ്ങനെ ഒരു പദ്ധതി സംസ്ഥാനത്ത് ആദ്യമാണ്. ഇപ്പൊ ഇതിൽ തന്നെ വടക്കാഞ്ചേരിയിൽ ഇപ്പോ ജോയ് പറഞ്ഞത്, ഇപ്പൊ ഞങ്ങള് 3 സെന്റ് സ്ഥലമുള്ളവർക്കേ വീട് പണിത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വടക്കാഞ്ചേരി മണ്ഡലം അവിടെ അത്താണി ഈ യൂണിറ്റില് അവര് കണ്ടെത്തിയ ആൾക്ക് സ്ഥലവുമില്ല. അപ്പൊ അവര് എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് 5 സെന്റ് ഭൂമി അവര് വാങ്ങിച്ചിട്ട് ഡോക്യുമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലം ഇല്ലാത്ത ആളുകൾ, അപ്പൊ ഈ രീതിയിലും പ്രവർത്തനം വരാം. ഞങ്ങളുടെ പല യൂണിറ്റുകൾക്കും സാമ്പത്തികമായി ശേഷിയുള്ള യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ കണ്ടെത്തുമ്പോൾ അയാൾക്ക് ഭൂമി പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഭൂമി കണ്ടെത്തി കൊടുക്കാനും പ്രാദേശികമായിട്ടുള്ള സംഘടന ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഇതിനകത്തുണ്ട്. ഈ 13 വീട് വെക്കുമ്പോൾ ഒരു വീടിന്റെ സ്ഥലം കണ്ടെത്തിയത് സംഘടനാ തലത്തിൽ തന്നെയാണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. അതെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങള് കൗൺസിലർമാര് പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾക്ക് 45,000 മെമ്പർമാരുണ്ട്. അതെ, അപ്പൊ അതില് 1000 ആള് വരും. ഇവിടെ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നോമിനേഷനൊക്കെ അവിടെ തന്നെ ഫ്ലോറിലാണ് നോമിനേഷൻ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് സ്വാഭാവികമാണ്, വരാം വരാതിരിക്കാം, അതിപ്പോ അന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊടുക്കും. അംഗങ്ങൾക്ക് പ്രഥമ പരിഗണന എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുത്തതിൽ ബഹുഭൂരിപക്ഷവും ആ പ്രഥമ പരിഗണന എന്നുള്ള നിലക്ക് നമ്മുടെ വ്യാപാരികളായിട്ടുള്ളവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, മെമ്പർമാരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മള് ഇന്ന ആൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധം പറഞ്ഞില്ല. പക്ഷെ സംഘടന ചെയ്യുന്നത് കൊണ്ട് ആദ്യ പരിഗണന വ്യാപാരികൾക്ക് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതില്ലാത്ത ഇപ്പൊ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അടുത്ത ഘട്ടത്തില് പിന്നെ ഇതിലേക്ക് വരും. പൊതുവെ വ്യാപാരികൾക്കിടയിൽ ഇപ്പൊ ഞങ്ങളെ ഒരു സർവേയിൽ വീടില്ലാത്ത ആളുകൾ താരതമ്യേന കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പദ്ധതി പൊതുജനങ്ങളിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നത്. വേറെ ഇന്നിപ്പോ നല്ല തിരക്കുണ്ടല്ലോ അല്ലെ, ഇഷ്ടംപോലെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ക്ഷണിക്കുകയാണ്. 23-ാം തീയതി DBCLC ഹാളില് ഞങ്ങൾ കൃത്യം 10 മണിക്ക് തുടങ്ങും. 1:30 മണിയോടുകൂടി മീറ്റിംഗ് നടപടികൾ അവസാനിപ്പിക്കും. ചെറിയൊരു സ്നേഹവിരുന്നുണ്ട്. ആ ഒരു ഭക്ഷണവും കൂടി കഴിച്ച് നമുക്ക് പിരിയാം. അപ്പോ പത്രമാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേകം 23-ാം തീയതി ക്ഷണിക്കുന്നു. താങ്ക് യു.